Hello dear students, let us begin our class now. Today we are going to discuss the features of Indian Constitution. Indian Constitution is the supreme law of India. It lays down the framework defining the fundamental political principles, established the structure, the procedure, powers and duties of government institutions and the duties of the citizens. ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പൗരന്മാരും അനുസരിക്കേണ്ടുന്ന നിയമസംഹിതകളും അതുപോലെ തന്നെ പോളിസീസും പ്രിൻസിപ്പിൾസും എല്ലാം അടങ്ങുന്ന ഒന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ. ലെറ്റ് us discuss the salient features of Indian Constitution. First one is Indian Constitution is a written constitution. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, റിട്ടണും അൺറിട്ടണും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫ്രെയിംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഇൻ 1946. The framers of our constitution tried to put everything in black and white. Next one is that it is the lengthiest constitution in the world. The Constitution of India is the longest in the world. ഏറ്റവും ദൈർഘ്യമേറിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എഴുതപ്പെട്ടിട്ടുള്ളവയിൽ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒറിജിനലി 395 ആർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് 447 എണ്ണമാണ്. ആൻഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. Next feature is that Indian Constitution is the unique blend of rigidity and flexibility. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ ദൃഢമാർന്നതും അതേസമയം വഴക്കമാർന്നതുമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നതും എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ സ്കോപ്പുള്ളതുമായിട്ടുള്ള ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. നിയമം വടി പോലെ പിടിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ വഴക്കമാർന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതേസമയം അത് വളരെ സ്ട്രോങ് ആൻഡ് റിജിഡുമാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊവിഷൻ ഇസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. The Constitution of India has borrowed most of its provisions from the constitutions of other countries. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് 1935 ആക്ട്, ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് മിക്കവാറും അധികം പ്രൊവിഷൻസ് എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ പാർട്സ് മുഴുവനും അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ദെൻ ദ ഫിലോസഫിക്കൽ പാർട്സ് ഫ്രം USA ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പൊളിറ്റിക്കൽ പാർട്സ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് UK, പാർലമെൻ്ററി സിസ്റ്റം ഒക്കെ അവിടെ നിന്നുള്ളതാണ്. ദെൻ ദ ഫെഡറൽ സ്ട്രക്ചർ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം കനേഡിയൻ ആൻഡ് ഓസ്ട്രേലിയൻ. പിന്നെ അതർ പ്രൊവിഷൻസ് ഫ്രം ജർമ്മനി, USSR, ഫ്രാൻസ്, ജപ്പാൻ എക്സെട്ര. The important provisions which has been borrowed is presented on the screen. എല്ലാം ഒന്നും പഠിച്ചെടുക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെ പല ചാനൽസും പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടായാലും PSC ഒക്കെ എഴുതുന്നവർ അത് പഠിച്ചെടുക്കുക. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നൗ വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഫീച്ചർ, ദാറ്റ് ഈസ് Indian Constitution is the unique blend of federal and unitary features. Our Constitution is a combination of federal and unitary system. ഇതൊരു യുണീക്ക് സിസ്റ്റമാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം സിസ്റ്റമാണ്. നോർമലി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് ഫെഡറൽ ആയിട്ടാണ്. അതേസമയം എമർജൻസി പോലുള്ള ഘട്ടങ്ങളിൽ ഇത് യൂണിറ്ററി ആയിട്ട് മാറാറുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. The Indian Parliament is bicameral legislature. It consists of 2 chambers. The upper chamber is known as Rajya Sabha. It consists of president, and lower chamber is known as Lok Sabha. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. We are moving on to the next feature. Next feature is that Indian Constitution
declare that India is a sovereign, socialist, secular, democratic republic. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നാണ് ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 42-ാം ഭേദഗതി 1976 വരുത്തിയ ശേഷമാണ് സോഷ്യലിസ്റ്റും അതുപോലെ സെക്യുലർ എന്ന വാക്കുകൾ നമ്മുടെ പ്രിയാമ്പിളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇൻ ഇന്ത്യ ദർ ഇസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിലുള്ള പൗരൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരൻ മാത്രമാണ്. അദ്ദേഹം വേറൊരു രാജ്യത്തെയും പൗരനായിരിക്കുകയില്ല. ഓക്കെ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇസ് മെൻറ്റ് ടു നാഷണൽ യൂണിറ്റി ആൻഡ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പ്രൊവിഷൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് അഡൽട്ട് സഫ്രേജ്. പ്രായപൂർത്തി വോട്ടവകാശം. വോട്ടേഴ്സ് മസ്റ്റ് ബി ഓഫ് 18 years of age. There is no discrimination in relation to education, gender, property, whether he is rich or poor, etc. Next feature is fundamental rights. Fundamental rights are in part 3 of the constitution. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് നമുക്കൊരു ഫുൾ സെഷൻ തന്നെ ഉണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ്. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Another salient feature of Indian constitution is the incorporation of fundamental duties of a citizen. The 42nd amendment of 1976 added Article 51A to the Constitution, requiring all citizens to fulfill 10 duties. ഈ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നമ്മൾ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ ഇസ് ദ പ്രൊവിഷൻ ഓഫ് എമർജൻസി. The President of India has been empowered to declare emergency in the country under different situations. ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് പ്രത്യേക തരം സിറ്റുവേഷൻസിലാണ്. പ്രധാനമായിട്ടും 3 തരം എമർജൻസീസാണ് ഉള്ളത് ഇന്ത്യയിൽ. ദേ ആർ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. സോ ദീസ് were the salient features of Indian Constitution. So hereby we are winding up our session. We shall meet in the next video. Thank you for watching.